പത്തനംതിട്ട കടമ്മനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു വീണു. ഉപയോഗിക്കാത്ത പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. AV ജയശങ്കർ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പത്തനംതിട്ട കടമ്മനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം തകർന്ന് വീണത്. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഈ രാത്രി മഴയത്ത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. 5 വർഷത്തോളമായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. ഇത് പൊളിച്ചു നീക്കാൻ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് അഭ്യർത്ഥന അയച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. മഴയത്ത് പൊടുന്നനെ വീഴുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ മറ്റു തരത്തിലുള്ള ആർക്കും മറ്റു പരിക്കുകളോ പ്രശ്നങ്ങളോ ഇല്ല. ഇതിന്റെ ഗൗരവകരമെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ ഇവിടെ ഇതിന്റെ ഇപ്പുറത്ത് ഭാഗത്ത് കളിസ്ഥലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മഴയൊക്കെ പെയ്യുമ്പോൾ സൈഡിലൊക്കെ കയറി നിന്ന് വലിയ അപകടം ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട്. രാത്രി കാലങ്ങളിലായതുകൊണ്ടാണ് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടാതെ ഈ പ്രദേശ സ്ഥലങ്ങളിലുള്ള കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇതിന്റെ കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പൊളിച്ചു നിൽക്കാനേ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയൊന്നും ലഭിച്ചിരുന്നില്ല നമുക്ക്. അല്ല, നമ്മൾ പേപ്പറുകൾ ഇവിടെ SMC കൂടി PTA കൂടി പഞ്ചായത്ത് തലത്തിൽ നമ്മൾ അത് പേപ്പറെല്ലാം കൊടുത്തു. അതിനുള്ള തീരുമാനങ്ങളെല്ലാം എടുത്ത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്താണ്. അവരുടെ കാലതാമസം കൂടെ ഇത് വരുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും കുട്ടികളും മറ്റു കളിക്കാനുള്ള സ്ഥലമില്ലല്ലോ. നാരങ്ങാണം പഞ്ചായത്തിൽ കളിക്കളം എന്ന് പറയുന്ന ഒരു സ്ഥാനമില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കി ഒരു കളിക്കളം, നല്ലൊരു സ്റ്റേഡിയം പണിയാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കാതെ കിടന്നിട്ട് 80 വർഷത്തോളം കാലപ്പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അധികൃതരൊക്കെ തന്നെ പറയുന്നതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നൊക്കെ തന്നെയാണ്. പൊതുപ്രവർത്തകരും സ്കൂൾ വികസന സമിതി ആളുകളൊക്കെ തന്നെ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അന്തിമ അനുമതി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. എന്തായാലും കുട്ടികൾ ഇങ്ങോട്ട് എത്താത്തതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി. നമുക്ക് ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. അവിടെ ഇതൊക്കെ മറച്ചു കെട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ കയർ ഉൾപ്പെടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ആർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടില്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. അടിയന്തരമായി തന്നെ ഈ തകർന്ന നാരങ്ങാനം സ്കൂളിലെ ഈ കടമ്മനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം പൊളിച്ചു നിൽക്കാനുള്ള ഒരു നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കേണ്ടത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.